ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ 24th മോർണിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, നമുക്കറിയാമല്ലോ ക്രിസ്മസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ വെള്ളയപ്പം ആൻഡ് ചിക്കൻ സ്റ്റൂ അപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ചിക്കൻ സ്റ്റൂ ഒക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചു. നമുക്ക് രാവിലെ നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ പൊങ്ങി റെഡിയായിട്ടിരിക്കുകയാണ്. ഇനി അപ്പം മാത്രം ചുട്ടാൽ മതി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ ഗിഫ്റ്റൊക്കെ ട്രീയുടെ അടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് റെഡിയാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒത്തിരി ഒന്നും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഹെൽത്ത് ഇപ്രാവശ്യം ശരിയല്ല. അതിപ്പോൾ നമുക്ക് സൗണ്ടും കൂടി ഇല്ലെന്നായി. അപ്പോൾ ബിരിയാണിയുടെ ചിക്കൻ കറിയും റെഡിയാണ്. ജസ്റ്റ് റൈസ് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്താൽ പെട്ടെന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. ആയിട്ട് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് ഒത്തിരി ചിക്കൻ സ്റ്റൂവിൻ്റെ ആവശ്യമില്ല, ഓൺലി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ ലെമൺ ജ്യൂസ്, പെപ്പർ, സോൾട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചു. അപ്പോൾ അത് നമ്മൾ ഇനി ഉടനെ തന്നെ കറിയാക്കാൻ പോവുകയാണേ. അതിലേക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചർ, ഗാർലിക്ക്, ഒരു വലിയൊരു ഒനിയൻ കട്ട് ചെയ്തത്, പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോവുകയാണേ. ഇവിടെ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലേക്ക് ജിഞ്ചർ, ഗാർലിക്ക് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു വലിയ ഒനിയൻ കട്ട് ചെയ്തത് എല്ലാം കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്ത് കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോകണം. അങ്ങനെ ഇവിടെ ചിക്കൻ സ്റ്റൂവിൻ്റെ ചിക്കനെല്ലാം കുക്കായി റെഡിയായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റൂവിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റൂ നിർത്തിയിട്ട് വേണമെങ്കിൽ നാളെ ഉണ്ടാക്കാം. നമുക്കിപ്പോൾ നാളെ മതി, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തിയിട്ട് ഇതിൻ്റെ ചൂട് പോകുമ്പോഴത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. പക്ഷെ ഞാനിപ്പോൾ തന്നെ സ്റ്റൂ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മളിവിടെ വേറൊരു പാൻ വെച്ചു. ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചത് ചൂടായി. അതിലേക്ക് ഞാൻ കുറച്ച് 5-8 ഗ്രാമ്പും ഒരു പിഞ്ച് ഏലക്കായുടെ സീഡും കൂടെ ഇടാൻ പോവുകയാണ്. ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടി ആഡ് ചെയ്തേ. അപ്പം നേരത്തെ നമ്മൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്തു, പച്ചമുളക് ആഡ് ചെയ്തു. അതുകൊണ്ട് എരിവൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ പച്ചമുളക് വീണ്ടും ആഡ് ചെയ്യാവുള്ളൂ. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒനിയനും കൂടി ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ആദ്യം തന്നെ കുറേ ഒനിയൻ ആഡ് ചെയ്തു, അത് ഇനപ്പാണ്. അതുകൊണ്ട് ഇനി ഒനിയൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേന് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ പൊട്ടറ്റോ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ടാണ്. പൊട്ടറ്റോ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതെ, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായി മിക്സ് ചെയ്തു. നമ്മുടെ കുക്കായിരിക്കുന്ന ചിക്കൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇവനിലേക്ക് നമ്മുടെ പൊട്ടറ്റോയെ ആഡ് ചെയ്യാം. ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ക്യാനിനകത്ത് കിട്ടുന്ന കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ 1ാം പാൽ ആഡ് ചെയ്തു. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യും. നമ്മുടെ 1ാം പാൽ ഇവിടെ ചൂടായി ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ കുക്കായിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ക്യാരറ്റ് ആഡ് ചെയ്താൽ ക്യാരറ്റിന് വേവ് കുറവായതുകൊണ്ട് അത് പെട്ടെന്ന് ഇതിലേക്ക് ലയിച്ച് ചേർന്ന് നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ 1ാം പാലിന് ശേഷം ക്യാരറ്റ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ക്യാരറ്റ് മിക്സ് ചെയ്തു. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ കറി ലീഫ് ആഡ് ചെയ്തു. ഇനി നമ്മൾ 2ാം പാൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 2ാം പാൽ ഇവിടെ റെഡിയാണ്. നമുക്കതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ 1ാം പാലും ആഡ് ചെയ്തു. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഓൾമോസ്റ്റ്
എല്ലാ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഒന്ന് ചൂടായാൽ മതി. പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റി, നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയത്തില്ല. ഞാൻ എപ്പോഴും രണ്ടാം പാലിൻ്റെ സ്ഥാനത്ത് ഒന്നാം പാലിൻ്റെ സ്ഥാനത്ത് രണ്ടാം പാലും പറയും. ആദ്യം ഞാൻ ആഡ് ചെയ്തത് രണ്ടാം പാലായിരുന്നു, അവിടെ ഒന്നാം പാലെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതാണ് ഒന്നാം പാൽ ആഡ് ചെയ്തത്, അവിടെ രണ്ടാം പാലെന്നും പറഞ്ഞു. സോറി, അറിയാതെ പറഞ്ഞാണ്. നമ്മൾ രണ്ടാം പാലാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് ക്യാരറ്റൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് ബട്ടർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ആൻഡ് റൈസൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. പക്ഷേ റൈസൻസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഹസ്ബൻഡിന് റൈസൻസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒള്ളി കാഷ്യൂസ് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അതൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് കാഷ്യൂസ് റൈസൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉപ്പും എരിവും ഒക്കെ നോക്കി എല്ലാം കറക്റ്റാണ്. പിന്നെ ഒരു പിഞ്ച് പെപ്പർ ആഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രൈ ആയിരിക്കുന്ന കാഷ്യൂസിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതോടെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി. അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് ഞാനിവിടെ നമ്മുടെ കാഷ്യൂസ് ഫ്രൈ ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമ്മുടെ സ്റ്റൂവിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാനെല്ലാം ആഡ് ചെയ്തു, നമ്മുടെ കാഷ്യൂ ആഡ് ചെയ്തു. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ അപ്പത്തിൻ്റെ ചിക്കൻ സ്റ്റൂ റെഡിയായി. ഇതിൻ്റെ മാവ് പൊങ്ങാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ആയി നമുക്ക് പിന്നെ കാണാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ടേസ്റ്റൊക്കെ നോക്കി, എരിവും നമ്മുടെ ഉപ്പും എല്ലാം കറക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി കുക്കിങ്ങൊക്കെ നമുക്ക് തുടരാം. അങ്ങനെ ക്രിസ്മസ് കുക്കിങ്ങൊക്കെ നമ്മളിവിടെ ആരംഭിച്ചു. പനിയാണെങ്കിലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ അപ്പത്തിന് അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തിൻ്റെ അരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കോക്കനട്ട് അരയ്ക്കുകയാണ്. ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഓർത്തു വട്ടയപ്പം ഉണ്ടാക്കാം. ആ കൂട്ടത്തിൽ വെള്ളയപ്പം രണ്ടും ഉണ്ടാക്കാൻ പോവാണ്. അത് രണ്ടിനുള്ള മാവ് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കപ്പി കാച്ചാൻ പോവാണ് ഇനി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി വന്ന് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയപ്പം ഞാൻ ഓർത്ത് ഞാനൊന്നും ഉണ്ടാക്കാം. ഞാൻ വട്ടയപ്പം അങ്ങനെ അധികം ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും ഇപ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വട്ടയപ്പവും വെള്ളയപ്പവും രണ്ടും ഉണ്ടാക്കുകയാണ്. അങ്ങനെ മാവൊക്കെ ഞാൻ അവിടെ അരച്ചെടുത്തു. വെള്ളയപ്പത്തിനുള്ളതും വട്ടയപ്പത്തിനുള്ളതും റെഡിയാക്കി ഓവനകത്ത് വെച്ചു. ഈ വിൻ്റർ ടൈമിൽ നമുക്ക് മാവ് പൊങ്ങി കിട്ടാനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കത് കണ്ടു നോക്കാം. അപ്പോൾ ഓവൻ ഞാനൊന്ന് വാം ചെയ്തു. എന്നിട്ട് ഓഫാക്കിയിട്ട് ഓവൻ ലൈറ്റ് ഓൺ ആക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മുടെ മാവ് ഏത് വിൻ്റർ ടൈമിലും നമുക്കിവിടെ അടിപൊളിയായിട്ട് പൊങ്ങിക്കിട്ടും. അപ്പം മാവ് അരച്ചങ്ങനെ ഓവനകത്ത് വെച്ചു. പിന്നെ ഞാൻ ഇവിടെ ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അത് എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ചിക്കനെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തു. ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് പച്ചപ്പൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാക്കി എടുത്തു. ഞാനിവിടെ കറിയാക്കുവാണ്. കാരണം ഞാൻ ക്രിസ്മസിന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. കണ്ടോ, നല്ല ആവി പറക്കുന്ന അടിപൊളി ചിക്കൻ കറി. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അടി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ക്രിസ്മസിന് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുന്നത്. കിട്ടുന്നതെല്ലാം നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് ഇതിൻ്റെ അടി വെക്കും. നമുക്ക് 2-3 ഗിഫ്റ്റ് കൂടി അവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിവിടെ കൊണ്ട് വെക്കണം.
എൻ്റെ സൗണ്ട് തീരെ പോയി. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡി വെച്ചിട്ട് നമ്മളിന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഞാൻ ട്രേയുടെ ലൈറ്റ് കൂടി ഒന്ന് ഓൺ ചെയ്തു. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ പൊങ്ങി റെഡിയായിരിപ്പുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇവിടെ വെള്ളപ്പത്തിൻ്റെ മാവും പൊങ്ങി റെഡിയായിരിപ്പുണ്ട്. അപ്പം നമുക്കിപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ചിക്കൻ സ്റ്റൂ ഓൾറെഡി റെഡിയാണ്, അതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പത്തിൻ്റെ മാവ് ഇവിടെ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഞാനൊരു ചുവന്നുള്ളി ഒരു കുഞ്ഞുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇവിടെ നമ്മൾ അടിപൊളി അപ്പവും ചിക്കൻ സ്റ്റൂവും കഴിക്കുകയാണ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി. ആദ്യം ബട്ടർ ചൂടാക്കി അതിൽ ഞാൻ നമ്മുടെ ഗ്രാമ്പൂ ബേ ലീഫ് ഉണ്ടല്ലോ, നമ്മുടെ കറി എന്തായിരുന്നത്, നമ്മുടെ ഒരു കറുവായുടെ മരത്തിൻ്റെ ഇലയുണ്ടല്ലോ, അത് ബേ ലീഫ് അതിട്ടു. പിന്നെ ഏലക്ക എല്ലാം ഇട്ട് ഒന്ന് ചൂടായപ്പോഴത്തേന് അതിലോട്ട് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ടു. ആ ക്യാരറ്റെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയപ്പോൾ അതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ എപ്പോഴും ഒരു 3 കപ്പാണ്, അതിന് 1 കപ്പ് മുകളിലോട്ട് 4 കപ്പാണ് 5 കപ്പ് അങ്ങനെയായിരുന്നു. പക്ഷേ എൻ്റെ ഈ റൈസിന് ഇച്ചിരി വേവുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്രാവശ്യം ഇത് കുറച്ചേറെ വെള്ളം വെച്ച് ഊറ്റാമെന്ന് വിചാരിക്കുകയാണേ. അങ്ങനെ ഞാനിപ്പോൾ തേണ്ട കുറച്ച് അരിയെ കഴിഞ്ഞും ഡബിൾ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 കപ്പ് ബാസ്മതി റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേന് അതിലേക്ക് ഞാൻ ഉപ്പിട്ടു. പിന്നെ തേണ്ട നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മുടെ റൈസിന് എത്രയും കളർ വേണോ അതനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എൻ്റെ റൈസ് ഞാൻ ഓൾറെഡി വാഷ് ചെയ്തിട്ട് ഇപ്പം 30 മിനിറ്റ്സോളം ആയി വെള്ളത്തിലാണ്. 45 മിനിറ്റ്സ് കുതിർത്ത റൈസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് 45 മിനിറ്റ്സ് ആകും. അപ്പോൾ റൈസ് നമ്മളൊന്ന് ആഡ് ചെയ്യുന്നു. 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കൊണ്ട് റൈസ് കുക്കാവും. ഈ റൈസിന് ഇച്ചിരി വേവുണ്ട്, അല്ല എൻ്റെ റൈസ് 10 to 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ ആകുന്നതാണ്. ഇപ്രാവശ്യം കിട്ടിയ റൈസ് ബാസ്മതി റൈസിന് ഇച്ചിരി വേവുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റി റൈസാണ്. അപ്പോൾ അത് കുക്കാവുമ്പോഴേ ഊറ്റി ഇച്ചിരി റൈസിന് കാഷ്യൂസ് മുകളിൽ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ബിരിയാണി ഇപ്പോൾ തന്നെ റെഡി ആകുന്നതാണ്. ചിക്കൻ കറി ഓൾറെഡി റെഡിയാണ്, ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ. പിന്നെ എനിക്ക് വോയിസിൻ്റെ ഇച്ചിരി പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇവിടെ 11 o'clock കഴിഞ്ഞു. അങ്ങനെ മമ്മി ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും, ഞങ്ങളെല്ലാവരും ഇവിടെ ലഞ്ച് കഴിക്കും. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വൈകിട്ട് നമ്മുടെ കസിൻ്റെ വീട്ടിൽ ക്രിസ്മസ് പാർട്ടിക്കായിട്ട് പോകുന്നതാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ചൂട്ടിലുള്ള ഗിഫ്റ്റൊക്കെ നിങ്ങളെ കാണിച്ചില്ല, അതൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം. പിന്നെ മമ്മിക്കുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്, അതൊരു കവറിലോട്ടാക്കി ഇനി അതൊന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ ബിരിയാണി റൈസ് കുക്കായി ഞാനിവിടെ ഊറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫോയിൽ ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ചിക്കനും റൈസും ആയിട്ട് നമ്മൾ ലെയറായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫോയിൽ ട്രേയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളുടെ കുറച്ച് കാഷ്യൂസ് ഫ്രൈ ചെയ്യാണ്, അത് കഴിഞ്ഞിട്ട് റൈസും ഫ്രൈ ചെയ്യും. അങ്ങനെ റൈസും കാഷ്യൂസൊക്കെ ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ബിരിയാണി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം റൈസൻസ് ഇടുന്നില്ലെന്നാണ് വിചാരിച്ചത്, കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ പറഞ്ഞു കുഴപ്പമില്ല ഇട്ടോ, അതിനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ബിരിയാണി എടുത്തോളാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിശപ്പില്ല. എന്നാലും നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് എന്ത് സിക്കാണേലും നമുക്കെല്ലാം ചെയ്യണം. കാരണം വർഷത്തിലൊന്ന് വരുന്ന നമ്മുടെ ക്രിസ്മസ് ആണ്, അത് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, അപ്പം സ്റ്റൂ, പിന്നെ വട്ടയപ്പത്തിന് റെഡിയാക്കി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിനി വട്ടയപ്പം ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് എന്ത് സിക്കാണേലും നമ്മൾ ക്രിസ്മസ് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഐസ്ക്രീമുണ്ട്, സ്വീറ്റ്സിനായിട്ട് ഐസ്ക്രീമുണ്ട്. പിന്നെ നമുക്ക് ലഡു കുറച്ച് നാൾ ഉണ്ടാക്കിയത് കറക്റ്റ് 3 എണ്ണം ഉണ്ട്, ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞങ്ങൾ അതും ഇറക്കി. അപ്പോൾ അങ്ങനെ അടിപൊളി ക്രിസ്മസ്. നമ്മൾ ഇനി മമ്മിയെ പിക്ക് ചെയ്യാനായിട്ട് മമ്മിയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ മമ്മിയെയും
വന്നു കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കുന്നതാണ്. പിന്നെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് എനിക്ക് വട്ടയപ്പം ഒന്ന് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഈവനിങ് നമ്മുടെ കസിൻ്റെ വീട്ടിൽ ഫിസ്കോയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി സാലഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച് റെഡി. ബിരിയാണി, സാലഡ്, പപ്പടം, പിക്കിൾ. ഓക്കെ, ഇങ്ങനെ വന്നു. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. വൈനുണ്ട്. മൊത്തം റെഡ് കളറാണ്. മാറ്റ് റെഡ്, പ്ലേറ്റ് എല്ലാം റെഡാണ്. ക്രിസ്മസ് ഓക്കെ ക്രിസ്മസ് ലഞ്ച്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഈ മമ്മിക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണേ. മമ്മിക്ക് അറിയത്തില്ല ഗിഫ്റ്റ് ഉണ്ടെന്ന്. മെറി ക്രിസ്മസ്. താങ്ക് യു. യു വെൽക്കം. നീ ഇട്ട് പോയി പാകാവും. ഇത് മമ്മിക്ക് പാകമായിട്ടുണ്ട്. യാ, കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ കൊടുത്ത ടോപ്പുകളെല്ലാം 3 തന്നു. 3 പാകാം. 3 ടോപ്പും പാകാം. അങ്ങനെ ഇവിടെ ഞങ്ങൾ ക്രിസ്മസ് സർവീസിന് പോകാനായിട്ട് റെഡിയാവുകയാണേ. ചർച്ചിലോട്ട് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് 24th നൈറ്റിലാണ് ക്രിസ്മസിൻ്റെ സർവീസ് ചർച്ചിൽ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലോട്ട് പോകാൻ വേണ്ടി ഗെറ്റിംഗ് റെഡി ഫോർ ചർച്ച്. അപ്പോൾ ഞാൻ കുറേ ഏത് സാരി കൊടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഫൈനലി ഞാൻ സെലക്ട് ചെയ്ത ഈ സാരിയാണേ. ഇത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈം കൊടുക്കുകയാണ്. പനി പിടിച്ച് എൻ്റെ സൗണ്ടെല്ലാം പോയി. ഇവിടെ അയൺ ചെയ്ത് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ഓർ റെഡ് അല്ലേ ക്രിസ്മസിന്? ഇത് റെഡല്ല, ഒരു റെഡിഷ് മെറൂണാണ്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ മേക്കപ്പൊക്കെ കഴിഞ്ഞേ. ഞാൻ ആദ്യം ലോഷൻ അപ്ലൈ ചെയ്തു, ഫേസ് ലോഷൻ, പിന്നെ സൺസ്ക്രീൻ. പിന്നെ ഇപ്പോൾ വെയിലൊന്നും ഇല്ല. പിന്നെ ഈ ലൈറ്റ് അടിച്ചാലും നമുക്ക് പ്രോബ്ലമാണ്. എൻ്റെ ഒത്തിരി സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് ഞാനപ്പോൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കൺസീലർ, നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്യാൻ കുറച്ച് കൺസീലർ വെച്ച് അടിച്ചു. അങ്ങനെ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായേ. ഞാൻ പിന്നെ ഇത് ഈ കളർ സ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൗഡർ അതടി അപ്ലൈ ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ആയി. പിന്നെ ഞാൻ ഒരു ഫേസ് സിറം അപ്ലൈ ചെയ്തു. പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വിനയ അടിച്ചേ. നമ്മുടെ ഒരു ചീക്സിലൊക്കെ ഒരു അടിപൊളി ഒരു കളറാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലഷ് കൂടെ അടിച്ചു കൊടുത്തു. ഒരു ലിറ്റിൽ ബിറ്റ് ബ്ലഷ്. ക്രിസ്മസൊക്കെ അല്ലേ, ഇരിക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ ലിപ്പ് ലൈനറ്, ലിപ്സ്റ്റിക്ക്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇച്ചിരി ലൂസായിട്ടിരിക്കാനായിട്ടൊരു ലിപ് ബാം അപ്ലൈ ചെയ്തു. പിന്നെ ഐലൈനറിൻ്റെ ലാക്മി അല്ല, ഇപ്രാവശ്യം ഞാൻ ഈ ഐലൈനർ കൊണ്ടാണ്. ലാക്മിയുടെ തന്നെ വേറൊരെണ്ണം ഈ ഐലൈനർ കൊണ്ട്. ഈ ഐലൈനറ് അപ്ലൈ ചെയ്തു, മസ്കാര അപ്ലൈ ചെയ്തു. പിന്നെ പുരിക ഒന്ന്, നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ അറ്റത്തൊരു ബ്രഷ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അത്രയൊക്കെ റെഡിയായി. ക്രിസ്മസിന് ഇനി സാരി ഉടുക്കുക, ബ്ലൗസ് എടുക്കുക, റെഡിയായി പോവുക. അങ്ങനെ സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ചർച്ചിലേക്ക് പോവുകയാണ്. ചർച്ചിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഏത് സാരി കൊടുത്തെന്ന് ഞാൻ കാണിക്കാം. നേരത്തെ പറഞ്ഞ സാരിയൊക്കെ അടിപൊളിയായിട്ട് എടുത്തു. നമ്മൾ കാറിൽ ഇരിക്കുകയാണ്. മമ്മിയുടെ വീട്ടിൽ നിന്ന് മമ്മിയും കൂടെ പിക്ക് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഇവിടെ വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഉണ്ടാക്കി, അതും കുഴപ്പമില്ല. പിന്നെ ഞാൻ മൂന്നാമത്തെ വെച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊക്കെ കട്ട് ചെയ്ത്
ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചിന് പോയി എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നു. അപ്പോൾ മമ്മിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. മമ്മിക്ക് അതിന് വാങ്ങിച്ച ടോപ്പൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ലഞ്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ടയർഡായി. അപ്പോൾ ഇനി എല്ലാവരും ഒരു നാപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കസിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. കസിൻ്റെ വീട്ടിൽ പോകുന്ന വിശേഷങ്ങൾ നിങ്ങളെ വഴിയെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ക്രിസ്മസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്രിസ്മസിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ചാനൽ ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അന്നത്തെ എൻ്റെ സൗണ്ടൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ട്രീ ഒക്കെ നല്ല ഞാൻ അവർക്ക് ഓണാക്കി ഇട്ടേക്കാം. ഇന്ന് ക്രിസ്മസ് ഡേ അല്ലേ, ഓണാക്കി ഇട്ടേക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഗൈസ് നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ചെയ്ത് മാർച്ച്. ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയത് തന്നെയാണ് കേട്ടോ, ഓഫീസിൽ നിന്ന് കിട്ടിയതാണേ. എല്ലാം ചോക്ലേറ്റ്സ് ആണേ, ചോക്ലേറ്റ്സ്. ഇത് ചെസ്നട്ട് കുക്കീസാണ്, കുക്കീസ് ചോക്ലേറ്റ്. ഇതിനകത്തോട്ടൊരു കാർഡുണ്ട് കേട്ടോ, മാർട്ടിൻ്റെ കാർഡുണ്ട്. അത് ക്രിസ്മസിൻ്റെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാർഡുണ്ട്. ഈ ബാഗിനകത്ത് വി ഗോയിങ് ടു നെക്സ്റ്റ് ബാഗ് ഇതാണ്. നല്ല അടിപൊളി, നിറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. വാ, നമുക്കെല്ലാം നോക്കാം. ഓ, എല്ലാം കുക്കീസ് ആൻഡ് ചോക്ലേറ്റ്സ്, ലോട്ട്സ് ഓഫ് കുക്കീസ് ആൻഡ് ചോക്ലേറ്റ്സ്. വലിയൊരു കപ്പ്, ഇതിനകത്ത് ചോക്ലേറ്റ്സ്. വാ, ചോക്ലേറ്റ്സ്, ബിഗ് പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. അടുത്ത് നമുക്ക് കിട്ടിയതാണ് കേട്ടോ, നല്ല രസമുണ്ട്. അടുത്തൊരു അടിപൊളി ഗിഫ്റ്റ് ആട്ടോ. ഇങ്ങനത്തെ ഒരു മനോഹരമായ വെരി ബ്യൂട്ടിഫുൾ കപ്പിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ്, ബിഗ് ആൻഡ് സ്മോൾ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് വെച്ച് ഒരു അടിപൊളി ഗിഫ്റ്റാണേ. അടുത്തത് ഒരു ഹോം മെയ്ഡ് പോപ്പറിയാണേ, നല്ല രസമുണ്ട് കാണാൻ. അടുത്തത് ഞങ്ങളുടെ നെയ്ബർ തന്നാണ് കുക്കീസ്. അടുത്തത് നമുക്ക് തന്നാണ് പോസ്റ്റ് ബോക്സിൻ്റെ ഇതിനകത്ത് വെച്ചിട്ട് നമുക്കൊരു കണ്ടോ, ഇവിടുത്തെ പോസ്റ്റ് ബോക്സ് ഇങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ബോക്സിനകത്ത് നമുക്ക് കുക്കീസ് തന്നു. കാരണം അതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ തന്നെ ഗിഫ്റ്റ് കാർഡ്, കുക്കീസ്. ഇത് റെസ്റ്റോറൻറ്റ് കാർഡാണ്. ഞങ്ങൾക്കിവിടെ ഒലിവ് ഗാർഡൻ ഉണ്ട്, പിന്നെ എന്താ കുറേ റെസ്റ്റോറൻറ്റുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഇതിലേതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾക്ക് ഈ കാർഡ് യൂസ് ചെയ്യാം. ഇത് $50 ഗിഫ്റ്റ് കാർഡാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് 50. ഞങ്ങൾക്ക് ഏതെങ്കിലും ഇവിടെ 6 റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിനകത്ത് ഞങ്ങൾക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം. $50 ഗിഫ്റ്റ് കാർഡാണ്. പിന്നെ നേരത്തെ നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് കിട്ടി. ആക്ച്വലി ഞങ്ങൾക്ക് ദിസ് ഇയർ കുറവാണ് ഗിഫ്റ്റ് കിട്ടിയത്. എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഒത്തിരി ഗിഫ്റ്റ് കിട്ടുന്നത്. പിന്നെ വേറെ എണ്ണൊന്ന് ഗിഫ്റ്റൂടെ കിട്ടി, എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു എല്ലാം ട്രേഡ് അടി വെക്കണം. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടി. പക്ഷേ ലാസ്റ്റ് ഇയറിലും അതിന് മുമ്പിലത്തെ ഇയറിലൊക്കെ ഇതിൻ്റെ ഇരട്ടി ഗിഫ്റ്റ് കിട്ടി. ഇപ്രാവശ്യം കുറഞ്ഞു പോയി. എനിവേ നമുക്ക് ലോട്ട്സ് ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലേ. പിന്നെ നമുക്ക് ഒത്തിരി ചോക്ലേറ്റ്സൊക്കെ കിട്ടി. അടിപൊളിയായിട്ടുണ്ട്. എനിവേ വെരി ഹാപ്പി. അപ്പോൾ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നാന്നുള്ളത് ഞാൻ കസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കേ, നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ അടിപൊളി കുക്കീസ്, ഗിഫ്റ്റ് കാർഡ്, ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഈവനിങ് ആയി. 5 o'clock കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ക്രിസ്മസ് പാർട്ടിക്കായിട്ട് കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്.
അത് ഫ്രിസ്കോയിലാണ്. ഇവിടെ നിന്ന് ഒരു 30 minutes ഡ്രൈവ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെങ്ങനെ കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ക്രിസ്മസ് പാർട്ടിക്കായിട്ട് കസിൻ്റെ ഹൗസിലേക്ക് പോവാണ്. കസിൻ്റെ ഹൗസ് ഇവിടെ ഫ്രിസ്കോയിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്, ദിസ് സ്വെറ്റർ. അടിപൊളി കോമ്പിനേഷൻ അല്ലേ? എനിക്ക് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഗിഫ്റ്റാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കസിൻ്റെ വീട് ഇതാണ്, ഈ കാണുന്ന വീട്. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല അടിപൊളി ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചേ. സ്റ്റാർ നല്ല ഭംഗിയാണ്. നല്ല വെതറല്ലേ ഇതുപോലെ. That's the final gift? Nice. That's it. What is it? Yeah. Is it? It's a secret. No, that's not the point. You can open it. That's the final gift. That's the final gift. What is it? Yes. What is it? അങ്ങനെ ക്രിസ്മസ് പാർട്ടി നല്ല ഫണ്ണായിരുന്നു. ഇഷ്ടംപോലെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഫുഡ്, നമ്മുടെ ചോറും കറികളും ഒക്കെ. പിന്നെ വന്നപ്പോൾ കുറേ അപ്പിറ്റൈസർ, കുറേ സ്നാക്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കസിൻസ് എല്ലാം കൂടെ നല്ല അടിപൊളി ഗെറ്റ് ടുഗദർ ആയിരുന്നു. പിന്നെ കുറേ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 10 മണിയോളം ആയി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാം ഓണാണ്. അപ്പോൾ നമ്മൾ പാർട്ടിയെല്ലാം കഴിഞ്ഞ് പോവുകയാണ്. വെരി ലേറ്റ്, 10 o'clock കഴിഞ്ഞു. അപ്പോൾ ഇനി ചിലപ്പോൾ പോട്ടെ. നമുക്കിനി ഫ്രീവേ എടുത്ത് പോയാലും 30 minutes ഡ്രൈവിംഗ് ഉണ്ട്. നാളെ എനിക്ക് ജോലിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളിനി പോവുകയാണ്. എല്ലാവരും ആരും പോയിട്ടില്ല, ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ഡെക്കറേഷൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വീട്ടിലെ ഇതിങ്ങനെ സെൻറ്ററിലിരിക്കുക. അവർ നല്ല ഡെക്കറേഷനും ചെയ്തു. നമ്മൾ ഇവിടെ ഇറങ്ങിയാണ്. ഇവിടുത്തെ ഗേറ്റ് അപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. നമ്മുടെ വീട് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങളങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഓൾമോസ്റ്റ് 11 o'clock അടയ്ക്കാൻ പോവാം. കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. കണ്ടുകൊണ്ടുപോകുന്ന ഗിഫ്റ്റെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ. ഞങ്ങൾക്കിപ്പോൾ ടൈമില്ല, അതുകൊണ്ട് ഞങ്ങളെല്ലാം മമ്മിയുടെ വീട്ടിൽ വെച്ചിട്ട് പോവുകയാണ്. വീട്ടിലെ കണ്ടോ ഡെക്കറേഷൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഡെക്കറേഷൻ. എനിക്ക് ഫാദറാണ് മറിഞ്ഞുപോയി. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് വന്നാണ്. അപ്പോൾ എനിക്ക് ഇതുവരെയും പുറത്തെ ഡെക്കറേഷൻ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവരുടെയൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ലൈറ്റ് ഇടുന്നതിന് മുമ്പൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട്. സ്പിന്നിങ് ട്രീ ഷൈനിങ്. പിന്നെ നമ്മളിവിടെ സ്റ്റെയറിലും കുറച്ച് ഡെക്കറേഷൻ ചെയ്തു. ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഞങ്ങൾ ചെയ്ത ഡെക്കറേഷൻ. പിന്നെ നമ്മൾ ഔട്ട് സൈഡിൽ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. അങ്ങനെ ക്രിസ്മസ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഓൾമോസ്റ്റ് 11 o'clock ആയി. വെരി ലേറ്റ് ആയി. ഇനി നാളെ ജോലിയൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ചർച്ചിൽ പോയതും പിന്നെ വീട്ടിലെ ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളും പിന്നെ കസിൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഞാൻ കുറച്ചൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരും തന്നെ സിക്കായിരുന്നെന്ന് പറയാം. എനിക്ക് സൗണ്ട് കൂടെ പോയി. പക്ഷേ കുറച്ചൊക്കെ വീഡിയോസ് എന്നെ കൊണ്ട് ആകുന്നതിലൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ലൈക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് തന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഇതായിരുന്നു എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഞാൻ കാണിക്കാം. ദിസ് സ്വെറ്റർ ഈസ് മൈ ക്രിസ്മസ് ഗിഫ്റ്റ്.